എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാകും വൈറൽ ഫേസ് മാസ്ക് ആണ് കേട്ടോ. എഗ്ഗും കോഫി പൗഡറും വെച്ചിട്ട് ഇപ്പം ചെയ്യുന്ന ഒരു സംഭവമല്ലേ, അതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ റിസൾട്ട് നേരിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തായാലും എന്തുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുക്കുകയാണ്. അപ്പം അതാ ഇവിടെ ഞാൻ എഗ് വൈറ്റ് ഈ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് അധികം ചിരിച്ചാൽ താഴെ മറിയും. അപ്പം എഗ് വൈറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ലേശം കോഫി പൗഡർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടുന്നൊരു വീഡിയോ ആണ്. അപ്പം എന്തുകൊണ്ടും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സ്മെല്ലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നറിയില്ല, മുട്ടേൻ്റെ സ്മെല്ലായതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായി പോകരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ടിഷ്യൂ വെച്ചിട്ട് ഫേസിലാക്കുന്ന സമയത്ത് എന്താവും, ഒട്ടിപ്പിടിക്കാൻ കുറച്ച് പാടായിരിക്കും തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്യാം. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് നോക്കാം അല്ലേ. കുറച്ചും കൂടെ കോഫി പൗഡർ ഇടാം കേട്ടോ. ഓക്കേ, ഗൈസ് ഇതിന് മുന്നേ ആരെങ്കിലും ഈ ഒരു മാസ്ക് ട്രൈ ചെയ്തിട്ടുണ്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും. ഇപ്പം നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയിരിക്കും. എൻ്റെ കയ്യിൽ ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോട്ട്ബുക്കിൻ്റെ ഒരു പേജാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെ നിൽക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എങ്കിലും മണം കുറച്ച് മണം ഗൈസ് ഭയങ്കര സ്മെല്ല്. ഷാള കുറ്റിയാൽ മണക്കും. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എന്നെ ഓടിക്കും ഗൈസ് ഇത് കണ്ട്. ഈ വീഡിയോ പുറത്ത് വന്നത് കണ്ടാൽ മൂക്കിൻ്റെ അടുത്തൊക്കെ ആക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട് ഗൈസ്. ആരെങ്കിലും ട്രൈ ചെയ്ത് കണ്ടേ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കണ്ടോ ഗൈസ്, ഞാനിങ്ങനെ പേപ്പർ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ടിഷ്യൂ ഇല്ല. ടിഷ്യൂ വാങ്ങാനായിട്ട് ഇനിയിപ്പോൾ കടയിൽ പോകാനും വയ്യ. അപ്പം അതിങ്ങനെ
റെസിപ്പി ഈ പേപ്പർ ഫുള്ള് നമ്മൾ ഫേസിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനത് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗായി പോകുന്നു തോന്നുന്നു. ഗൈസ് ഇതിന് കുറച്ചും കൂടെ നമുക്ക് ചുണ്ടൊന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പം ടിഷ്യൂ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മറ്റേ പേപ്പർ ആയതുകൊണ്ട് കുറച്ച് പാടുണ്ട്. അപ്പം ഇത് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പീൽ ചെയ്തെടുക്കാം. അപ്പം നോക്കാം അതിൻ്റെ റിസൾട്ട് കേട്ടോ. അപ്പം ഞാനിത് ഉണങ്ങിയതിന് ശേഷം വരാം. അപ്പോൾ ഇത് ഏതാണ്ട് ഇങ്ങനെ എനിക്ക് മുഖമൊക്കെ വലിഞ്ഞു തുടങ്ങി കേട്ടോ. ഇതാണ് ഇങ്ങനെ മുഖമൊക്കെ വലിഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും പീൽ ചെയ്ത് കളയാമെന്ന്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് വിരകത്തിലൊന്നും ആക്കാണ്ട് ശ്രദ്ധിച്ചാൽ വേദന കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. എന്നാലും ഓവർ പെയിൻ ഇല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടിഷ്യൂ ആയിരുന്നെങ്കിൽ, സോറി ഗൈസ്, ടിഷ്യൂ ആണ് എടുത്തതെങ്കിൽ കുറച്ചും കൂടെ പെയിൻഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇത് നല്ലതുപോലെ ഈ ഉണങ്ങിയത് കുറച്ചൊരു പെയിൻ ഉണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. ഞാൻ കാണിച്ചത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. ഈ ഫേസിൽ ഹെയർ ഉള്ളതുകൊണ്ട് ചില സ്ഥലത്ത് ഇത് നല്ലോണം ഉണങ്ങിയത് വലിക്കുമ്പോൾ ഭയങ്കര ഒരു വേദന. Oh my god. കണ്ടോ, ഞാനിനി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് കാണിച്ചരാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തുടച്ചു കൊടുക്കാം. ഗൈസ് സംഭവം സെറ്റാണ് കേട്ടോ. കണ്ടോ, എനിക്ക് ഫേസൊക്കെ നല്ല സ്മൂത്ത് ആയ പോലെ തോന്നുന്നുണ്ട്. അതേപോലെ എൻ്റെ മൂക്കിൽ നല്ലതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നല്ലോണം റിമൂവ് ആയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ ഫേസും ഇപ്പം എൻ്റെ ഫേസും നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ക്യാമറയിൽ എത്രത്തോളം തിരിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേങ്കിൽ കണ്ടോ, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് കേട്ടോ. അത്യാവശ്യം പിന്നെ നമ്മൾ പേപ്പർ എടുക്കുന്ന സമയത്ത് ടിഷ്യൂ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫേസിൽ വെച്ച് കൊടുക്കാൻ എളുപ്പമായിരിക്കും. മറ്റേത് കുറച്ച് ഇടങ്ങാറാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇൻട്രോ എടുത്ത സമയത്ത് എൻ്റെ ഫേസും ഇപ്പം എൻ്റെ ഫേസും വെച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.